മിഥുൻ, രാവിലെ മുതൽ കാലാവസ്ഥ അനുകൂലമായി തന്നെ നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ന് 4-ാം ദിവസമാണ്. ഏറെ നിർണായകവുമാണ്. ഇന്ന് തന്നെ ബാക്കി മൃതദേഹാവശിഷ്ടങ്ങളടക്കമുള്ളവ തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള ഊർജിതമായ തിരച്ചിൽ തന്നെയല്ലേ അവിടെ പുരോഗമിക്കുന്നത്? രോഹിണി, തിരച്ചിൽ ശ്രമകരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാലിയാർ പുഴയും പുഞ്ചിരി മുക്കും ഒപ്പം തന്നെ മുണ്ടക്കലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സൈന്യം വെച്ചു പുലർത്തുന്നത്. അപ്പോൾ ഒരു ദുരന്ത വാർത്തയാണ്. കൂടുതൽ ആളുകൾ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ രീതിയിലുള്ള രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുന്നുണ്ട്. ചാലിയാർ പുഴയുടെ കൈവഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം നടക്കുന്നുണ്ട്. ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾ വന്നടിയാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വളരെ വേഗത്തിലുള്ള കടാവർ നായ്ക്കളുടെയും മനുഷ്യൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന, മനുഷ്യമാംസത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന നായ്ക്കളുടെയും ഒപ്പം തന്നെ ബോട്ട് സ്കൂബ ടീമിൻ്റെയും മുങ്ങൽ വിദഗ്ധരടക്കമുള്ള വലിയൊരു സംഘത്തിൻ്റെയും സൈന്യത്തിൻ്റെയും എല്ലാം നേതൃത്വത്തിലുള്ള ഒരു തിരച്ചിലാണ് ചാലിയാർ പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാലിയാർ പുഴയുടെ കൈവഴികളിലും വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് സൈന്യത്തിൻ്റെയും സ്കൂബ ടീമിൻ്റെയും മുങ്ങൽ വിദഗ്ധരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും രക്ഷാപ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ ഒരു തിരച്ചിൽ ഈ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുക്ക് ഭാഗത്ത് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. മുണ്ടക്കൽ ഭാഗത്തേക്ക് തിരച്ചിൽ നടക്കുന്നുണ്ട്. ചൂരൽമല ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം യന്ത്ര സാമഗ്രികളും ആവശ്യമായ JCBകളും ഹിറ്റാച്ചികളും അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യമാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഈ പുഞ്ചിരിമുക്ക് ഭാഗത്ത് ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ സൈന്യത്തിൻ്റെ വിലയിരുത്തലുണ്ടായിരുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ധാരാളമായി ആ ഭാഗത്തുണ്ടായിരുന്നു. 14ഓളം വീടുകൾ ഈ ഭാഗങ്ങളിൽ തകർത്തപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു റിസോർട്ട് ഈ ഭാഗത്ത് തകർന്നു പോയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് അടിഭാഗത്തായിട്ട് മണൽ കൂനകൾക്ക് താഴെ ഭാഗത്തായിട്ട് ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഡ്രോണുകളടക്കം എത്തിച്ചുകൊണ്ടുള്ള മനുഷ്യ മൃതശരീരങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചാലിയാർ ഭാഗത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യമാംസം തിരിച്ചറിയാൻ സാധിക്കുന്ന നായ്ക്കളുടെ സഹായത്തോടെയും ഡ്രോണുകളുടെ സഹായത്തോടെയും മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെയും ഒക്കെയുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുഴയ്ക്ക് ഇരുവശത്തും വടം കെട്ടി ആ ഭാഗത്ത് തിരച്ചിൽ ഊർജിതമാക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടുള്ള സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഈ പുഴയിലും ചാലിയാർ പുഴയിലും നടക്കുന്നത്. ചാലിയാർ പുഴയ്ക്ക് കുറുകെ വടം കെട്ടിക്കൊണ്ടുള്ള ഒരു തിരച്ചിലും ഈ സമയത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ അതിർത്തി, മലപ്പുറം വയനാട് ജില്ലകളുടെ അതിർത്തി ഭാഗത്തുള്ള നിലമ്പൂർ വനഭാഗങ്ങളിലേക്കും മൃതദേഹങ്ങൾ ഒഴുകിയെത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ വനപ്രദേശങ്ങളിലും ഇനി തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. ആ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലുമുണ്ട്. ആശ്വാസകരമായ ഒരു വാർത്ത ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്, ഒരു കുടുംബത്തെ ജീവനോടുകൂടി തന്നെ കണ്ടെത്താൻ സാധിച്ചു. ആ കുടുംബം സുരക്ഷിതമായി ഇരിക്കുന്നു, ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഒരു രക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഹെലികോപ്റ്ററിലെത്തിയ സൈന്യം ഈ കുടുംബത്തെ 4 പേരെയും, ജോണി എന്ന ഗൃഹനാഥൻ്റെ അടക്കമുള്ള 4 പേരെയാണ് രക്ഷിക്കാൻ സാധിച്ചത്. ഈ കുടുംബത്തിന്, ജോണിക്കും മറ്റുള്ളവർക്കും ചെറിയ മുറിവുകൾ മാത്രം, കാലിന് പരിക്കും അങ്ങനെയുള്ള ചെറിയ മുറിവുകളും 4 ദിവസം കുടുങ്ങിക്കിടന്നതിൻ്റെ, ഇത്രയും മണിക്കൂറുകൾ കുടുങ്ങിക്കിടന്നതിൻ്റെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും മാത്രമാണ് ഉള്ളത് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്ത് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും സൈനികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ കെട്ടിടങ്ങൾ, ഈ ഭാഗത്തുള്ള പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും കുറച്ചു മാറി പടവെട്ടിക്കുന്ന് എന്ന ഒരു ഭാഗത്താണ് ഈ ജോണിയും കുടുംബവും കുടുങ്ങിക്കിടന്നത്. ഈ ഭാഗത്തെ കെട്ടിടങ്ങൾക്കുള്ളിൽ മറ്റ് ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, കുടുംബങ്ങളുണ്ടോ എന്നറിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ മറ്റ് ആളുകളൊന്നും ഈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഡ്രോണുകളുടെ അടക്കം സഹായത്തോടു കൂടി മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. തിരച്ചിലുകൾ പുരോഗമിക്കുകയാണ്. തിരച്ചിലിന് വിലങ്ങുതടിയായി ഇനി മഴ ഉണ്ടാകാത്ത ഒരു കാലാവസ്ഥ ഉണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. രാവിലെ മഴ ദുർഘടം സൃഷ്ടിച്ചിരുന്നു. പിന്നീട് മഴ മാറി നിന്നു. കാലാവസ്ഥ അനുകൂലമായി മാറുന്ന സാഹചര്യം ഒരുക്കി വീണ്ടും മഴ ഉണ്ടാകുന്നുണ്ട്. ഇടവിട്ടുള്ള മഴ, ചെറിയ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് രക്ഷാപ്രവർത്തന ദൗത്യത്തിന് വിലങ്ങുതടിയാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. മറ്റ് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ, പ്രകൃതി അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ ചൂരൽമലയിലും ഒപ്പം തന്നെ മുണ്ടക്കലും പുഞ്ചിരിമുക്കിലും
ഈ പുഴയുടെ തീരത്തും ചാലിയാർ പുഴയിലും മറ്റ് ചാലിയാർ പുഴയോടനുബന്ധിച്ച കൈപ്പുഴകളിലും വനപ്രദേശങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ രക്ഷാദൗത്യം തന്നെയായിരിക്കും ഉച്ചയ്ക്ക് ശേഷം സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുക. പല വിഭാഗങ്ങളും ഈ സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രക്ഷാദൗത്യത്തിന് കൂടുതൽ ഊർജിതമായ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. സാധാരണക്കാരായ രക്ഷാപ്രവർത്തകർ, സന്നദ്ധ സംഘടനകളിൽ ഉൾപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൽ വൈദഗ്ധ്യം നേടിയ ആളുകൾ ഉൾപ്പെടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടുണ്ട്. എന്തായാലും എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. മരണസംഖ്യ ഉയരും തോറും ആശങ്ക വർദ്ധിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ വേണ്ടപ്പെട്ടവരെ, ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാണാതായ ആളുകൾ അവിടെയുണ്ട്. അവരൊക്കെ തങ്ങളുടെ ആളുകൾ പ്രിയപ്പെട്ടവർ ഇനി തിരികെ വരികയില്ലെങ്കിൽ കൂടി ഈ ആളുകളുടെ മൃതദേഹങ്ങൾ എവിടെയെന്ന ആശങ്കയോടുകൂടി കഴിയുന്ന ആളുകളാണ് അവരെല്ലാം. ഇതിനെല്ലാം കൃത്യമായ കണക്ക്, ഔദ്യോഗികമായ കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഇപ്പോൾ പല ഭാഗങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിലങ്ങുതടിയായി പ്രകൃതി പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെയാണ്, അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് ഇതിൽ ഏറെ നിർണായകമാകുന്നതും. എന്തായാലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ് വടക്കൻ ജില്ലകൾക്കൊക്കെ നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് മുണ്ടക്കൈ, ചൂരൽമല മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പൂർത്തിയാകട്ടെ, അന്വേഷണം തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കട്ടെ എന്ന് തന്നെയാണ് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം മിഥുൻ തന്നെ കണ്ടതാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ദൈന്യത. കുടുംബം ഒന്നാകെ തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥ, നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യർ, കുടുംബത്തിലെ 1-2 പേർ മാത്രം അവശേഷിക്കുന്നത്, വീടും ജീവനും ജീവിതവും എല്ലാം മണ്ണിനടിയിലേക്ക് ഒലിച്ചു പോകുന്ന സാഹചര്യം. ഇനി എന്ത് എന്നുള്ള ചോദ്യവുമായി അവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായും രോഹിണി, അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന, മനസ്സ് മരവിച്ച അവസ്ഥയിൽ കഴിയുന്ന ആളുകളെ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇനി എന്തെന്നുള്ള ഒരു ചോദ്യം അവരുടെ മുന്നിലുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കുടുംബത്തിലെ 11-16 ആളുകളൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യരാണ് അവിടെ കഴിയുന്നത്. അവർക്ക് മുന്നിലുള്ള ഒരു ചോദ്യം, ഇനി എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം, ഇനി എങ്ങനെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഴുവൻ സമയവും അവർക്കാവശ്യമായിട്ടുള്ള ഈ ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും ആവശ്യ സേവനങ്ങളും എല്ലാം ലഭ്യമാക്കിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം കാണാം. ഒപ്പം തന്നെ പുനരധിവാസ പ്രശ്നം ഇപ്പോൾ രക്ഷാദൗത്യത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. അടുത്ത ഘട്ടത്തിലായിരിക്കും ഇവരെ മാറ്റിപ്പാർപ്പിക്കൽ അടക്കമുള്ള പുനരധിവാസ കാര്യങ്ങളൊക്കെ കടക്കുക. എന്തായാലും ആ രക്ഷാപ്രവർത്തനം നടത്തി ഈ പുനരധിവാസ കേന്ദ്രങ്ങളിൽ, ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവരുടെ കാര്യവും ഒരു വശത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് മറുവശത്ത് ഈ രക്ഷാദൗത്യം കാര്യക്ഷമമായി പുരോഗമിക്കുന്നു എന്നുള്ള കാര്യം. ഒപ്പം തന്നെ സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ മൃതശരീരങ്ങൾ കണ്ടെത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി, തിരിച്ചറിഞ്ഞ മൃതശരീരങ്ങൾ ബന്ധുക്കൾക്ക് ഉടനടി തന്നെ കൈമാറുന്നുണ്ട്. അങ്ങനെ കൈമാറി എത്തിക്കുന്ന മൃതശരീരങ്ങൾ ഇവിടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി മറവ് ചെയ്യുകയാണ്. ഹിന്ദു വിശ്വാസപ്രകാരം തന്നെ കൃത്യമായ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ഇവിടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മുഴുവൻ സമയവും പ്രവർത്തകർ അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ഇവിടെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. എന്തായാലും മൃതശരീരങ്ങൾ ഇവിടേക്ക് ഓരോ സമയവും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ആവശ്യമായ ചടങ്ങുകൾ പൂർത്തിയാക്കി കൃത്യമായി തന്നെ ചടങ്ങുകളോടുകൂടി തന്നെ ഇവിടെ മറവ് ചെയ്യുന്നതിനുള്ള സംവിധാനവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. മനസ്സ് മരവിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് വയനാടിൻ്റെ ഓരോ ഭാഗത്തു നിന്നും, ദുരന്തഭൂമിയുടെ ഓരോ ഭാഗത്തു നിന്നും നമുക്ക് പറയാനുള്ളത്. ഒരു ഭാഗത്ത് ദുരന്തഭൂമിയിൽ മണ്ണ് ഒലിച്ചിറങ്ങി ഒരു നാടാകെ പുഴ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചിറങ്ങിപ്പോയ ആ ദുരന്തമുഖത്ത് മൃതശരീരങ്ങൾ കൈയും കാലും വേർപെട്ട് ചിന്ന ഭിന്നമായി ഇതേത് മനുഷ്യരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ കിട്ടുന്ന അവസ്ഥ ഒരു വശത്ത് അത്രയും ദയനീയമായ മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചകൾ ആ ദുരന്തമുഖത്ത് മുണ്ടക്കയിൽ നിന്നും പുഞ്ചിരിമുക്കിൽ നിന്നും ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അതേ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്ന ഇവിടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തീർത്തും വൈകാരികമായി തങ്ങളുടെ ഉറ്റവരെ യാത്രയാക്കുന്ന ഈ നാടിനോട് ഇങ്ങനെയൊരു ദുരന്ത അവസ്ഥയിൽ നിന്നും യാത്രയാക്കി വിടുന്ന, കർമ്മങ്ങൾ ചെയ്തു വിടുന്ന ബന്ധുമിത്രാദികളുടെ ദയനീയമായ വൈകാരികമായ രംഗങ്ങൾ മാത്രമാണ് ഈ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഒപ്പം മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരുടെ തങ്ങളുടെ വേർപെട്ടു പോയ ആളുകളെ ഓർത്തുള്ള വിലാപം
ഉറങ്ങിക്കിടക്കുമ്പോൾ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കിടന്ന ആളുകളെ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ദയനീയ അവസ്ഥ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ഇനി അവരില്ലാതെയുള്ള ജീവിതം 10-11 ആളുകളൊക്കെ ഒന്നിച്ച് നഷ്ടപ്പെടുമ്പോഴുള്ള മനുഷ്യരുടെ ഭീകരമായ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അതൊക്കെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. അങ്ങനെ ഈ ദുരന്തഭൂമിയിൽ എവിടെ നോക്കിയാലും ദുഃഖകരമായിട്ടുള്ള മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചകൾ മാത്രം പറയാനുള്ളൂ. ഇത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് അടുത്ത ദിവസങ്ങളും മണിക്കൂറുകളെല്ലാം പോകുന്നത്. കൂട്ടായി നല്ല മനുഷ്യരുടെ സഹായഹസ്തങ്ങളും വയനാട്ടിലേക്ക് എത്തുന്നു. ഈ അപകടകരമായ അവസ്ഥയിൽ നിന്നും അതിജീവിച്ചു വന്ന ആളുകളെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള സന്നദ്ധ സേവനങ്ങളുമായി ഒരുപാട് ആളുകൾ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുഴുവൻ സമയവും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അവർക്കാവശ്യമുള്ള സഹായങ്ങൾ ഇവിടേക്ക് എത്തുന്നു. എന്തായാലും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ എത്ര പറഞ്ഞാലും, എത്രയൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും ഈ സാഹചര്യത്തിൽ പറയാൻ ഉതകുന്നതിലധികം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെ ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ഇതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കണം എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ ബന്ധപ്പെട്ടവർ. ഈ ആളുകൾ നഷ്ടപ്പെട്ടവരുടെ ബന്ധുജനങ്ങൾ, അവരുടെ എല്ലാം അടുത്ത് ചെന്ന് അവരുടെ എല്ലാം ആശ്വസിപ്പിച്ച് അവരുടെ ദുരന്ത ഭൂമിയിൽ നിന്ന് മൃതദേഹങ്ങൾ കിട്ടുമ്പോൾ മുതൽ അവരോടൊപ്പം നിന്ന് അവർക്ക് കൈത്താങ്ങായി, അവർക്ക് താങ്ങായി, അവർക്ക് തണലായി സേവാഭാരതി പ്രവർത്തകരുണ്ട്. അവരെ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഈ മൃതശരീരങ്ങൾ അവർ ഏറ്റുവാങ്ങുമ്പോൾ അവർക്ക് താങ്ങും തണലും മനസ്സിന് ധൈര്യവുമൊക്കെ പകർന്നു നൽകി ഈ സംസ്കാര ഭൂമിയിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ എത്തിച്ച് അത് മറവ് ചെയ്യുന്നത് വരെ, സംസ്കാരം ചടങ്ങുകൾ പൂർത്തിയാക്കുന്നിടം വരെ, അതിനുശേഷവും സേവാഭാരതി പ്രവർത്തകർ അവർക്ക് കൈത്താങ്ങായി നിൽക്കുന്നു എന്നുള്ളതും ഈ ദുരന്തഭൂമിയിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ആശ്വാസകരമായ സംഗതികളും കാര്യങ്ങളും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, കാണാൻ കഴിയുന്നു എന്നുള്ളതും നമുക്ക് എടുത്തു പറയാവുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ചാലിയാറും മുണ്ടക്കലും ഒപ്പം തന്നെ പുഞ്ചിരിമുക്കും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിപുലമായ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടു കൂടി തന്നെയുള്ള തെരച്ചിലാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിണി.